27 അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കും. അന്നാളിൽ ഒരു കാഹളം ഊതും, നഷ്ടമായ ചിലതിനെ മടക്കി കിട്ടാൻ. അന്നാളിൽ യഹോവ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ഒരു കാഹളം ഊതും. അത് വചനം പറയാണ്, അതിന്റെ ജീവിതത്തിൽ പിശാച് വെട്ടുകളിൽ തുള്ളൽ പച്ചപ്പുള്ള തിന്നു കളഞ്ഞ ജീവിതത്തിലെ സകല മേഖലകളിലുള്ള ചില നഷ്ടങ്ങളെ, അത് ആരോഗ്യമായിരിക്കാം, അത് സാമ്പത്തികമായിരിക്കാം, അത് കുടുംബജീവിതമായിരിക്കാം, അതുപോലെ ഫൈനാൻഷ്യലി മേഖലയായിരിക്കാം, അതുപോലെ ദൈവത്തെയോ മേഖലകളിലെ ജീവിതത്തിൽ വിദ്യാഭ്യാസമായിരിക്കാം, പണമുറ നഷ്ടപ്പെട്ടവരായിരിക്കാം, വസ്തുക്കൾ നഷ്ടപ്പെട്ടവരായിരിക്കാം, സ്വസ്ഥത നഷ്ടപ്പെട്ടവരായിരിക്കാം, സമാധാനം നഷ്ടപ്പെട്ടവരായിരിക്കാം, എവിടെയൊക്കെയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ട ചിലർ ഇതിനകത്തിന്റെ മകനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇതാ എന്റെ ദൈവം ഒരു കാഹളം ഊരാൻ പോവുകയാണ്. ഒരു കാഹളം ഊരപ്പെടുക. ആ കാഹളം ഊരുമ്പോൾ ദൈവത്തിന്റെ ജനം ശരിയാകാൻ ഒരു സീസൺ വെളിപ്പെടുകയാണ്. ഇതിന്റെ സമയമാണ്. എന്റെ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറാൻ പോവുകയാണ്. സ്വർഗത്തിലെ ദൈവം എഴുന്നേൽക്കുന്ന കാഹളം ഊരുമ്പോൾ ചില നഷ്ടങ്ങളൊക്കെ എന്റെ ദൈവം മടക്കി തരാൻ പോകുന്നു. 600 വർഷത്തെ സകല നഷ്ടങ്ങളെ ദൈവത്തിന്റെ ദൂതനാക്കി ഒരു കാഹളം ഊതിയപ്പോൾ അത് മടക്കി കിട്ടിയതുപോലെ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഒരു കാഹളം ഊതേണ്ട ഒരു സമയമായിരിക്കുക. ഇസ്രായേൽ ജനത്തിന്റെ നടുവില് വർഷത്തിലൊരിക്കൽ മഹാപാപ പരിഹാര യാഗം നടത്തുന്ന എല്ലാ വർഷത്തിലും 7-ാം മാസം 10-ാം തീയതി ഇസ്രായേലിന്റെ ജനം മുഴുവനും ആലയത്തിന്റെ അടുത്ത ഓടി പുരോഹിതന്മാർ അവിശുദ്ധ സ്ഥലത്ത് ചെന്ന് രക്തം തളിച്ച അവരുടെ പാപത്തിന് വേണ്ടി വളരെ സങ്കട യാചനകൾ കഴിക്കാൻ വേണ്ടി ജനം വരുന്നതാണ്. എല്ലാവരും വരും. ഈ ജനമെല്ലാം വന്ന് കൂടി ഇങ്ങനെ ഇരുന്ന് സങ്കട യാചനകളും അവരുടെ ആ പാപത്തെ കുറിച്ചും അനുതാപ പ്രാർത്ഥനകളും കണ്ണുനീരും നിലവിളികളുമായി കയറി വരുമ്പോൾ അവിടെ വചനം നമ്മൾ പഠിക്കുമ്പോൾ സംഖ്യാപുസ്തകം 10-ാമത്തെ 25-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന്റെ പുരോഹിതൻ ആ ആലയത്തിനകത്ത് നിന്ന് ഇറങ്ങി കാഹളം ഊതാൻ പറയുമ്പോൾ ആ കാഹളത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് അതോടുകൂടി ജനം അവരെ പാപ പരിഹാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അവർ സ്വതന്ത്രമായി അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആത്മാ വിളിച്ചു പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ വർഷങ്ങളായി നീ അനുഭവിക്കുന്ന നിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളുടെ ഒരു സീസണായിരുന്നു കഴിഞ്ഞ കാലഘട്ടമെങ്കിൽ കർത്താവ് പറയുന്നു, ഇതാ ഞാൻ കൂടുതൽ ഇറങ്ങാൻ പോകുന്നു. ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ സഭയിൽ വരുമ്പോൾ നിങ്ങൾ കാഹളം ഊതാതിരിക്കരുത്. ഇന്ന് പകൽ കാഹളം ഊതുന്ന ദിവസമാണ്. നിങ്ങളുടെ വായികളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ കരങ്ങളെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ സ്തോത്ര യാഗങ്ങളെ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ ദൈവം പറയുന്നു, ദൈവജനത്തിന് വേണ്ടി ഇസ്രായേലിന്റെ ദൈവം ഹല്ലേലൂയ സ്തോത്രം. സാധാരണ ഒരു സംഭവമല്ല കാഹളം. അത് തുനിക്കുന്നതാണ്. അതിന്റെ പ്രവർത്തനം ഹല്ലേലൂയ ശത്രുവിനെ വിരുദ്ധി കളയുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവജനം എഴുന്നേറ്റ് കാഹളം ഊതിയാൽ ഹല്ലേലൂയ എരിഹോ മതിലുകൾ ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില എരിഹോകൾ ഹല്ലേലൂയ നീ കാഹളം ഊതുമ്പോൾ നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ അവകാശങ്ങളെ പ്രാപിക്കാൻ അനുവദിക്കാതെ വെല്ലുവിളിക്കുന്ന ചില ഹല്ലേലൂയ എരിഹോകളെ നിന്റെ കാഹളം നീ ഊതുമ്പോൾ അത് ഇടിഞ്ഞ് വീഴാൻ പോയ ജീവിതത്തിൽ ചില വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ട സമയത്തായിരിക്കുന്നു. ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൂതൻ എഴുന്നേൽക്കാൻ പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ കാഹളമായി എഴുന്നേൽക്കാൻ പോകുക. എരിഹോ തകരും, ചെങ്കടലുകൾ വിഭാഗിക്കപ്പെടും, യോർദാൻ വിഭാഗിക്കപ്പെടും. ഹല്ലേലൂയ. ഒരു മനുഷ്യനും ജീവകാലത്ത്
സീസൺ നഷ്ടങ്ങളെ മടക്കി തരുന്ന സീസണാണ്. ജീവിതത്തിലെ നഷ്ടങ്ങളെ പരിശുദ്ധന്മാർ ഓരോന്നായി മടക്കി തരാൻ പോവുകയാണ്. ഇന്ന് നീ നഷ്ടങ്ങളുടെ നടുവിൽ നിൽക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എണ്ണി നിനക്ക് പറയാൻ സാധിക്കും, എന്തൊക്കെയോ ഇവിടെയോ എനിക്ക് നഷ്ടപ്പെട്ടു. അത് നിന്റെ ഹൃദയത്തെ തകർത്ത് വേദനിപ്പിച്ച, അത് നുറുക്കപ്പെട്ട ഹൃദയമായി ഇരിക്കുമ്പോൾ, മുറിവേറ്റ ഹൃദയമായിരിക്കുമ്പോൾ, മരിച്ചാൽ മതി എന്ന് പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇനി എന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടത് വല്ലതും തിരിച്ചു കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ എന്റെ ദൈവം ആത്മാവിൽ പറയുകയാണ്, ഇതാ അൺഎക്സ്പെക്ടഡായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മടങ്ങി വരവുകൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില തിരിവുകൾ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോവുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില തിരിവുകൾ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് നടക്കണമെന്നില്ല. നീ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത്, നീ ഉപവസിച്ചിട്ട് നടക്കാത്തത്, നീ കരഞ്ഞ് നിലവിളിച്ചിട്ട് നടക്കാത്തത്, നീ ആൾക്കാരുടെ കൂലി കൊടുത്ത് ഇരുത്തി പ്രാർത്ഥിപ്പിച്ചിട്ട് നടക്കാത്ത കാര്യം, നീ ദൂത് കേട്ടിട്ട് നടക്കാത്ത കാര്യം, നിന്നോട് പ്രവാചകന്മാർ ദൂത് കൈവച്ച് പറഞ്ഞിട്ട് നടക്കാത്ത സംഭവം, നീ ഒരിക്കലും എല്ലാം മടുത്ത് നീ പ്രാർത്ഥന അവസാനിപ്പിച്ച, പ്രതീക്ഷ നഷ്ടപ്പെട്ട ആ കാര്യം മറന്നിരിക്കുമ്പോൾ എന്റെ ദൈവം ആ സീസണിൽ ഇറങ്ങി വന്നിട്ട് പറയും, നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്റെ ദൈവം വിശാലമാക്കിയ ദൈവം എന്റെ മകന് ഒരു പ്രവാചകനെ നിന്റെ ഭവനത്തിനകത്ത് അയച്ച് നിന്റെ സ്ഥിതി മാറ്റാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ ജീസസ്. നീ പ്രതീക്ഷിച്ച പ്രാർത്ഥിച്ച് നിന്റെ ഭർത്താവിന് മാനസാന്തരമില്ല, നിന്റെ തലമുറയ്ക്ക് മാനസാന്തരമില്ല, നിന്റെ ബിസിനസ്സിന് ഉന്നതിയില്ല, നിന്റെ ജീവിതത്തിലെ പല മേഖലകളിലും നീ കണ്ണുനീരോടെ നിലവിളിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിന്റെ അകത്ത് നഷ്ടമല്ല ഒന്നുമില്ല എന്ന് കൈപ്പേറിയ അനുഭവത്തോടെ നവോമി വന്ന ബെത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ജനങ്ങളോട് പറയുകയാണ്, എന്നെ മാറ എന്ന് വിളിപ്പേൻ, എന്നെ കൈപ്പേറിയവൾ മാറ എന്ന് വിളിപ്പേൻ. കാരണം എന്റെ ലൈഫിൽ സംഭവിച്ചതെല്ലാം കൈപ്പേറിയെന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാതെ രൂത്തിനെ എഴുന്നേൽപ്പിച്ച ആ ഭവനത്തിൽ ഒരു വലിയ സ്വസ്ഥതയെ കൊടുത്ത, നഷ്ടപ്പെട്ടതിനെ നൂറിരട്ടി മടക്കി കൊടുത്ത സ്വർഗ്ഗത്തിലെ ദൈവം എന്ന മകൻ നിന്നോട് പറയുകയാണ്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഇടത്ത് സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ വഴിത്തിരിവ് തരാൻ പോവുകയാണ്. വിശ്വസിക്കാൻ സാധിക്കുക. പെട്ടെന്ന് തിരികൊണ്ടാക്കാൻ പോകുന്നു, തിരിയാൻ പോവുകയാണ്. ചരിത്രങ്ങളെ മാറ്റിയ രണ്ടുപേരുണ്ട്. ശമൂവേല് 2, ഹല്ലേലൂയ. പിന്നെ ദാവീദ് ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയും നഷ്ടപ്പെട്ടവരാണ്. അപ്പന്റെ കഴുതയെ, നഷ്ടപ്പെട്ട അപ്പന്റെ കഴുതയ്ക്ക് വേണ്ടി ഓടിയവന്. ആ പുള്ളി പോയത് ഒരിക്കലും ഒരു രാജാവാകാനല്ല, രാജാവാകാനേ അല്ല പുള്ളി വീട്ടിൽ കളഞ്ഞത്. സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. കൂടിപ്പോയാൽ 10-100 കഴുതയുടെ യജമാനാകുന്ന സ്വപ്നം കണ്ടതാണ്. പുള്ളി കണ്ടിട്ടുള്ള സ്വപ്നങ്ങളിൽ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അപ്പന്റെ കഴുതകളാണെന്ന്. തനിക്കൊന്നുമില്ല, തനിക്ക് കുറച്ച് പൊക്കമുണ്ട്, കുറച്ച് സൗന്ദര്യമുണ്ട്, പക്ഷേ ഒന്നും തനിക്കില്ല, എല്ലാം അപ്പൻ്റെതാണ്. കൂടിയാൽ ശൗല് കണ്ട ഒറ്റ സ്വപ്നം, അപ്പൻ്റെതല്ലാത്ത കുറച്ച് കഴുതകളെ ആരോ ദാനമായി അവന് കൊടുത്ത് അപ്പനിൽ നിന്ന് മാറി പിന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ് ഒക്കെ ആരംഭിക്കുന്ന, ഒരു കഴുത കച്ചവടം ആരംഭിക്കുന്നവനായിട്ട് മാത്രമേ അവ കണ്ടു കാണത്തുള്ളൂ. ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് അന്ന് രാവിലെ കഴുതയുമായിട്ട് ഇറങ്ങുമ്പോൾ ഈ കഴുത നഷ്ടപ്പെട്ടത് തന്റെ ജീവിതത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താനാണെന്നല്ല അവൻ പറഞ്ഞത്. അവൻ കഴുതകളെ മുഴുവൻ ശപിച്ചുകൊണ്ടിരിക്കുക. ഈ കഴുത പറഞ്ഞനുസരിക്കാത്ത, കേൾക്കാത്ത ഈ മരക്കഴുത, ഹല്ലേലൂയ, ഇത് നഷ്ടപ്പെട്ടു, ഇനി ഞാൻ എങ്ങനെ വീട്ടിൽ പോകും, എന്റെ ഭവനത്തിൽ എങ്ങനെ ഇത് കയറും, എന്റെ അപ്പൻ എന്നെ അടിച്ചു കൊല്ലും. ഹല്ലേലൂയ.
നഷ്ടങ്ങൾ മാത്രം. ഒന്നാമത് അപ്പൻ എന്നെ വിളിക്കുന്നത് അത് കഴുതയെന്നാണ്. ആ കഴുത ഈ കഴുത എല്ലാം ഒരുമിച്ച അപ്പൻ ചേർത്താ വിളിക്കുന്നത്. ഹല്ലേലൂയ. കാരണം ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പൻ എന്നെ അടിച്ചൊക്കെ കൊല്ലും. കാരണം അത്രയ്ക്ക് ഒരു കെയർലെസ് ആയി ലൈഫ് നയിക്കുന്ന മടിയനായ, അലസനായ, മണ്ടനായ, ഒരു ബോധമില്ലാത്ത, ഒരു കാര്യം ഉത്തരവാദിത്തോടെ ഏൽപ്പിക്കാൻ വിശ്വസ്തതയില്ലാത്ത ഈ തലമുറയെ ഞാൻ ഇവൻ എന്തിനാ ഇവനെ അത് ജനിപ്പിച്ചതെന്ന് ഓർത്ത് അപ്പൻ തലയിൽ വെച്ച് കരയുമെന്ന് ചിന്തിച്ച് വിഷണ്ടനായി ആരെ താൻ മുന്നോട്ട് നടക്കുമ്പോൾ തന്റെ കയ്യിൽ ഒരു രൂപ നാരങ്ങ കുടിക്കാൻ പോലുമില്ല. അവന്റെ കൂടെ വന്ന ബാല്യക്കാരൻ പറയുകയാണ്, യജമാനൻ വിഷമിക്കണ്ട, ഒരു പ്രവാചകൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു പ്രവാചകനുണ്ട്. അപ്പോൾ ആ ദേവദാസ ശൗൽ പറയുക, പ്രവാചകനെ കാണാൻ പോയാൽ അവന് വല്ലതും കൊടുക്കട്ടെ. ഹല്ലേലൂയ. അതിന് എന്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ കൂടെ വന്ന ആൾ പറഞ്ഞു, എന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്റെ വല്ലതും കൊടുത്തോളാം. ഇന്ന് നമുക്ക് പ്രവാചകന്റെ അടുത്ത് പോയാൽ നഷ്ടപ്പെട്ട ആടുകളെ അല്ലെങ്കിൽ കഴുതയും മടക്കി കിട്ടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കഴുതയെ മടക്കി കിട്ടുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ആ പുള്ളി എന്ന പ്രവാചകനെ കാണാൻ പോയത്. വേറെ ഉദ്ദേശവും ഇല്ല. നിന്റെ ഉദ്ദേശങ്ങൾ, നിന്റെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. നിന്റെ മനോവിചാരങ്ങളും നിന്റെ ഇഷ്ടങ്ങളും നിന്റെ ഹിതങ്ങളും എല്ലാം നല്ലതെന്ന് നമുക്ക് തോന്നും. ഹല്ലേലൂയ. സ്തോത്രം. ഏതത്തോട്ടത്തിനകത്തുള്ള എല്ലാ വൃക്ഷങ്ങളും നല്ലതാ, ദൈവം ഉണ്ടാക്കുന്ന സകലതും നല്ലതാ. പക്ഷേ അതിന്റെ കൂടെ ദൈവം പറഞ്ഞു, ഇതിനെ തുടരുത്, ഇതിനെ കടിക്കരുത് കൂടെ പറഞ്ഞിരുന്നു. പക്ഷേ എല്ലാം നല്ലതാ. പാമ്പും വന്ന് പറഞ്ഞ നല്ലതാ, ഇതെല്ലാം നല്ലതെന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നല്ലതാ. ഹല്ലേലൂയ. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ളതൊക്കെ ഇതിനകത്തുണ്ടെന്നാ പാപം പറഞ്ഞതാ. ഹല്ലേലൂയ. പക്ഷേ പരിജ്ഞാനം നിനക്ക് വേണം, വിവേകം നിനക്ക് വേണം. ഹല്ലേലൂയ. എല്ലാ ജീവിതത്തിലെ പല കഷ്ടങ്ങളും വേദനകളും നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ അതൊക്കെ ചിലപ്പോൾ ദൈവം നന്മയ്ക്കായി കൂടി വേദനിക്കും. ആ നഷ്ടം തന്റെ ജീവിതത്തിലെ തകർച്ചയുടെ ഭാഗമാകുമെന്ന് താൻ വിചാരിച്ചു. പക്ഷേ അത് തന്നെ രാജാവാക്കുന്ന യാത്രയായിരുന്നു. രാവിലെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നീ എന്തൊക്കെയോ സ്വപ്നം കണ്ട, നിന്റെ ഏതോ തലവേദന മാറാനോ, നിന്റെ ജീവിതത്തിലെ ഏതോ ചില കടഭാരങ്ങൾ മാറാനോ, നിന്റെ ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടിയോ, നിന്റെ താൽക്കാലികമായ ഏതോ വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെട്ടിരിക്കുന്ന നീ ഇവിടെ വന്നിരിക്കുകയാണ്. എന്നാൽ മടങ്ങി നീ പോകുമ്പോൾ നിന്റെ മുകളിൽ ഒരു വീടുന്ന ഒരു അഭിഷേകമുണ്ട്. അത് രാജകീയ അഭിഷേകമായിരിക്കുക. അത് രാജകീയ അഭിഷേകം. ചിലപ്പോ പ്രവാചകനെ ചെന്ന് കണ്ടപ്പോൾ പ്രവാചകൻ മോനെ കഴുതയൊക്കെ നിൽക്കട്ടെ, കഴുതയുടെ കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ. നിന്റെ കഴുതയെ താൽക്കാലികമായി മറച്ചു വെച്ചതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. നിന്റെ ലൈഫിലെ ചില നഷ്ടങ്ങളുടെ പുറകിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ട്. നിന്റെ ജീവിതത്തിൽ നിന്ന് നീ പോകുന്ന മേഖലകൾ നിനക്കൊരു പക്ഷേ തിക്താനുഭവമായിരിക്കാം. എന്നാൽ ദൈവം പറയുകയാണ്, ഇത് നിന്റെ ലൈഫിൽ റോയൽ ലൈഫിലൂടെയാണ്. ഒരു തിരിവും ഒരു മറവും ഒരു അലച്ചിലും ഒരു വിഷയവും ഒരു വിഷമവും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതിൽ വഴിതിരിവാക്കാൻ ദൈവത്തിന് സാധിക്കും. ശൗലിന്റെ ലൈഫിൽ ഒരിക്കലും സ്വന്തം കാണുന്ന ആഗ്രഹമില്ല, മോഹമല്ല. ഇസ്രായേലിന്റെ രാജാവാകുന്ന പറഞ്ഞ ശൗല് ചിരിച്ച് അത് പറയും, ഞാൻ എന്നെയാണോ? കഴുതയല്ല വിഷയം. നീ ഒരു 3, 4, 50 കഴുതയ്ക്കുള്ളത്. പക്ഷേ ഈ ഇസ്രായേലിന്റെ സകല കഴുതകളുടെയും രാജാവാകാൻ നിന്നെ ദൈവം വിളിക്കുന്നു. നീ 100 കഴുതയ്ക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത്. പക്ഷേ ഇന്ന് ഇനി നിന്റെ ലൈഫിൽ കാണാത്തതിന്റെ തലമുറ വരെ ചിന്തിക്കാത്ത രീതിയിലുള്ള ഫൈനാൻഷ്യൽ ബ്രേക്ക് ഔട്ട് നിന്റെ തലമുറയ്ക്ക് വേണ്ടി
നിന്റെ സമ്മതം ദൈവത്തിന് ആവശ്യമില്ല. ഞാൻ വന്നു, എന്നെ ആരും വിളിച്ചോണ്ട് വന്നു, ഞാൻ വന്നതല്ലേ, എനിക്ക് മനസ്സോടുണ്ടെങ്കിൽ വന്നത്. ഹല്ലേലൂയ. അതൊന്നും അല്ല ശരി. നിന്റെ സമ്മതപത്രവും നിന്റെ താല്പര്യങ്ങളൊന്നും ഇവിടെ ഒരു പ്രാധാന്യമില്ല. നിന്നെ ദൈവമാണ് കൊണ്ടുവന്നത്. നിനക്ക് വരാൻ അനുവദിക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ ലൈഫ് ദൈവത്തിന്റെ കൺട്രോളിലാണ്. നിന്നെ ദൈവമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നിന്റെ ഇഷ്ടമല്ല. നിനക്ക് വേണ്ടി കരുതിയിട്ടുള്ള ഒരു ദൈവമുണ്ട്. അവൻ നിനക്ക് വേണ്ടി ഏറ്റവും വേണ്ടതുമായി കരുതി വെച്ചിട്ടാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ മാറി പോകുന്നത് ആരോഗ്യ ബന്ധം പൊട്ടിയ പോലെ തുള്ളി ചാടി ആരാധിച്ച് മടങ്ങി പോകാൻ പോകുകയാണ്. കാരണം നീ വന്നത് ഒരു കഴുതയെ തേടിയാണെങ്കിൽ നിന്റെ വീട്ടിലോട്ട് നീ മടങ്ങി പോകുമ്പോൾ നഷ്ടപ്പെട്ട കഴുത മാത്രമല്ല, നിന്റെ തലയിൽ ഇസ്രായേലിന്റെ രാജാവിന്റെ ഒരു അഭിഷേകം കൂടെ ചുമന്നുകൊണ്ട് പോകാം. നീ അങ്ങോട്ട് പോയപ്പോൾ പ്രവാചകനെ കൊടുക്കാൻ ഒരു രൂപയില്ലാതെ പോയ നീ ഇനി മടങ്ങി പോകുന്നത് ഇസ്രായേലിന്റെ ഭണ്ഡാരങ്ങൾ മുഴുവനും സ്വന്തം കളികൾ മുഴുവനും നിന്റെ കരങ്ങളിലോട്ട് ദൈവം വന്നുവിടുകയാണ്. വന്നത് കഴുതകൾ. പക്ഷെ തിരിച്ച് മടങ്ങി പോകുന്ന ശൗലിന് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്ലോറിക്കകത്ത ദൈവമേ. ഒരു പാവപ്പെട്ട ഹല്ലേലൂയ പ്രവാചകൻ കൈയൊന്ന് വെച്ചതും ഒരു രാജ്യത്തിന്റെ രാജാവായവൻ മാറി. ഈ കാലഘട്ടത്തിൽ ആത്മ പറയുകയാണ്, നിന്റെ തലമുറകളെ നിന്നെയും സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് ചിലതിന് വേണ്ടി സെലക്ട് ചെയ്ത്, ചില ബിസിനസിന് വേണ്ടി സെലക്ട് ചെയ്ത് മാറ്റാൻ ചില പ്രവാചകമായ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. എന്നെ സെലക്ട് ചെയ്യാൻ, എന്നെ പ്രവർത്തനങ്ങളുള്ള നിങ്ങളുടെ വേണ്ടി മാറ്റി പോകാം. ലോകത്തിൽ മനുഷ്യന് സാധിക്കത്തില്ല. ദൈവം അയക്കുന്നവരുടെ പ്രവാചകന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. പ്രതീക്ഷിക്കാത്ത തിരിവ് കേട്ടോ. എന്നാ തൊഴുത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ തിരിയാൻ പോകുക. ഒന്ന് പറഞ്ഞ വായുകൊണ്ട് പ്രതീക്ഷിക്കാതെ തിരിയാൻ പോകും. നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തിരിവ് സംഭവിക്കാൻ പോകുന്നു. തിരിക്കാൻ പ്രവാചകനെ പറ്റത്തുള്ളൂ. ചരിത്രങ്ങളെ തിരിക്കാൻ, ഹിസ്റ്ററിയെ ചേഞ്ച് ചെയ്യാൻ, വ്യക്തികളെ തിരിക്കാൻ, തകർന്ന് കിടക്കുന്നവനെ തിരിക്കാൻ, ഒന്നുമില്ലാത്ത ഇടത്ത് ചിലതിനെ സൃഷ്ടിക്കാൻ സ്വർഗത്തിലെ ദൈവം ചില പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കും. ശമൂവേൽ പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദാവീദിനെ എഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ്, ശൗലിനെ എഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ്, കർത്താവ് യേശുവിനെ അയക്കുന്നതിന് മുമ്പ് ദൈവം ആദ്യം എഴുന്നേൽപ്പിച്ചത് പ്രവാചകനെ അല്ല, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെ, പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിനെ, പ്രാർത്ഥിക്കുന്ന ഒരു അന്നയെ, പ്രാർത്ഥിക്കുന്ന ഒരു മറിയെ, പ്രാർത്ഥിക്കുന്ന ഒരു എലിസബത്തിനെ, പ്രാർത്ഥിക്കുന്ന ഒരു സെക്കറിയാവിനെ, പ്രാർത്ഥിക്കുന്ന ഒരു അബ്രഹാമിനെ, പ്രാർത്ഥിക്കുന്ന ഒരു സാറയെ ദൈവം അങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരല്ല, പ്രാർത്ഥിക്കുന്ന ഹന്നമാരുണ്ടോ, പ്രാർത്ഥിക്കുന്ന എലിസബത്തുമാരുണ്ടോ, പ്രാർത്ഥിക്കുന്ന സാറമാരുണ്ടോ, പ്രാർത്ഥിക്കുന്ന അബ്രഹാമുണ്ടോ, പ്രാർത്ഥിക്കുന്ന സെക്കറിയാവുണ്ടോ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ഏലിയാവുണ്ടോ. ഇതിന്റെ ചരിത്രം മാറാൻ പോവുകയാണ്. പ്രാർത്ഥനയിൽ നീ മടുത്തു പോകരുത്. പ്രാർത്ഥനയിൽ മടുത്തു പോകണ്ട. പലപ്പോഴും നിന്റെ തലമുറയെ ഓർത്ത്, ഭാര്യയെ ഓർത്ത്, നിന്റെ ബിസിനസിനെ ഓർത്ത്, നിന്റെ ദേശത്തെ ഓർത്ത് നീ നിലവിളിച്ച്, അയ്യോ അവൻ എന്നെ പോലെ കയറി വരുന്നില്ലല്ലോ, എന്നെ പോലെ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്നെ പോലെ അവർ ആത്മനിറവിൽ ആരാധിക്കുന്നില്ലല്ലോ, ഹല്ലേലൂയ, ഞാൻ എന്ത് ചെയ്യും? കർത്താവ് പറയാം, നീ മടുത്തു പോകാതെ നീ പ്രാർത്ഥിച്ചു
ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മാതാക്കൾ എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മാതാവായിരിക്കുക. ഓരോ മാതാപിതാക്കളായിരിക്കുക. പ്രാർത്ഥിക്കുന്ന മാതാവും പിതാവും കേൾക്കവില്ല പറയുക, നിന്റെ പ്രാർത്ഥന വൃഥാവായി പോകുന്നില്ല, നിന്റെ കണ്ണുനീര് വൃഥാവായി പോകുന്നില്ല. ഒരു മാതാവിന്റെ കണ്ണുനീര് ഇന്നവരെ ദൈവം കാണാതിരുന്നിട്ടില്ല. കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, നിന്റെ കണ്ണുനീരിന് വിലയുണ്ട്. അത് തുരുത്തിയിലാക്കി വെച്ചിട്ട ദൈവമുണ്ട്. അതിന് മറുപടി നൽകുന്ന ദൈവമുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇന്നും ഇന്നലെയോ നാളെയോ മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ മടുത്തു പോകരുതെന്ന് രാവിലെ കണ്ടോ, എന്റെ പിതാവ് ഒന്ന് പ്രസംഗിച്ചിട്ട് പോയത് കണ്ടോ, ഞാനിവിടെ വന്നപ്പോ ഭയങ്കര മെസ്സേജ് ആയിരുന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ പുറകിൽ ഒരു കണ്ണുനീരോടെ പ്രാർത്ഥിച്ച സ്ത്രീയുടെ വിലയേറിയ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരു മാതാവിന്റെ ഒരു ഭാര്യയുടെ കണ്ണുനീരാ ഒരു ഞാനിന്റെ പിതാവ് കൊണ്ട് നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ഇത് പ്രാർത്ഥന വെറുതെ അല്ല, അത് ഒരു ഫലം കൊയ്യും. ഒരു പിതാവിന്റെ ഒരു മാതാവിന്റെ കണ്ണുനീര് വൃഥാവായി പോകുന്നില്ല. ഹല്ലേലൂയ. നിന്ദിക്കപ്പെട്ടവൾ, പരിഹസിക്കപ്പെട്ടവൾ, നഷ്ടപ്പെട്ടവൾ, ഭവനത്തിനകത്ത് ഹൃദയത്തിന്റെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കേട്ട് തകർന്നവളായി. ഹല്ലേലൂയ. ഹന്ന ജീവിച്ചാലും മരിച്ചാൽ മതി, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? അത്രത്തോളം നിന്റെ ഹൃദയം പൊടിഞ്ഞ് തകർന്നിരിക്കുമ്പോൾ നീ ഒരു കാര്യം പറയാം. നാട്ടുകാരോടൊന്ന് നീ പറയേണ്ടത്, കരയാൻ പോലും കണ്ണുനീരില്ലാതിരിക്കുന്നവർ ഇതിനകത്തിരിക്കുകയാണ്. ആരോടും ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയിൽ നീ ഇരിക്കുകയാണ്. പക്ഷേ ഇന്ന് പകരം നിന്റെ ഹൃദയത്തിലെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീര് വറ്റിപ്പോയ, നീ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് വറ്റിയിരിക്കുക. പക്ഷേ കഥാ പറയാ, നിന്റെ ഹൃദയം കൊണ്ട് കരയുന്നത് കാണുന്ന ദൈവം. പ്രാർത്ഥനയിലൂടെ പ്രാപിക്കുന്നതിന് വില കൂടുതലാണ്. കണ്ണുനീരിലും പ്രാർത്ഥനയിലും പുറത്തു വരുന്ന സന്തതികളും കണ്ണുനീരിലും പ്രാർത്ഥനയിലൂടെയും പുറത്തു വരുന്ന അനുഗ്രഹങ്ങളും അത് നാം പെട്ടെന്ന് അസ്തമിച്ചു പോകുന്നതല്ല. അത് ചരിത്രങ്ങളെ സൃഷ്ടിക്കുന്നതായി മാറും, അത് അത്ഭുതങ്ങളെ ചെയ്യുന്നതായി മാറും, അത് പട്ടണങ്ങളെ പിടിക്കുന്നതായി മാറും, അത് രാജ്യങ്ങളെ ഷെയ്പ്പ് ചെയ്യുന്ന അത്ഭുത പ്രതിഭാസങ്ങളായി മാറും. ആ കണ്ണുനീരിൽ നിന്ന് ശമൂവേൽ എന്ന ഹല്ലേലൂയ വൃഥാവായില്ല. ആ അമ്മയുടെ പ്രാർത്ഥന വൃഥാവായില്ല. എലിസബത്തിന്റെ പ്രാർത്ഥന വൃഥാവായില്ല. യോഹന്നാൻ സ്നാപകൻ ഇറങ്ങി സാധാരണ വ്യക്തിയൊന്നും അല്ല, വേറെ ലെവല. ഹല്ലേലൂയ, വേറെ ലെവല. ഒരു മനുഷ്യനെ ഭയപ്പെടാത്ത പ്രവാചകനായി യോഹന്നാനും ശമൂവേലും പുറത്തു വന്നപ്പോൾ അതിന്റെ പുറകിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചൊരു മാതാവുണ്ട്. അവർ വന്നത് വെറുതെയല്ല, അവർ ചിലരെ ഹിസ്റ്ററി മേക്കേഴ്സ് ആകാൻ വന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ പ്രവാചകന്മാരായിരുന്നു. ഹല്ലേലൂയ. രാജാവ് ഉണ്ടാകണമെങ്കിൽ പ്രവാചകൻ ഉണ്ടാകണം, ബിസിനസ്സുകാരൻ ഉണ്ടാകണമെങ്കിൽ പ്രവാചകൻ ഉണ്ടാകണം. നിന്റെ ജീവിതത്തിലെ ഏത് മേഖലയിൽ ഒരു പുതുക്കവും തുടക്കവും വരണമെങ്കിൽ, അതിന് തുറക്കപ്പെടണമെങ്കിൽ ഇന്ന് പകലൊരു പ്രവാചകന്റെ ദൂത് നിന്റെ ലൈഫിൽ അനിവാര്യമാണ്. പ്രവാചകൻ നിന്നെ നോക്കി ദൂത് പറഞ്ഞാൽ നീ എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും, എത്ര ബലഹീനനാണെങ്കിലും, നീ എത്ര അയോഗ്യനാണെങ്കിലും, പ്രവാചകന്റെ ദൂത് നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ സ്ഥിതി മാറും. കരഞ്ഞവൾ എഴുന്നേറ്റു, രണ്ട് പ്രവാചകൻ എഴുന്നേറ്റു. പ്രവാചകൻ എഴുന്നേറ്റപ്പോൾ ശൗൽ എന്ന രാജാവുണ്ടായി. ശൗല് പോയി, പക്ഷേ വീണ്ടും ആ പ്രവാചകൻ എഴുന്നേറ്റു. അത് കാട്ടിനകത്ത് അപ്പനും അമ്മയും സഹോദരങ്ങളും വരെ തള്ളിക്കളഞ്ഞ വെറും ഒരു ആട് കാട്ടിടയനെ സ്വർഗത്തിലെ ദൈവം ഒരറ്റ ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മക്കളുള്ളവരെല്ലാം ബന്ധിച്ചിരിക്കുമ്പോഴും സ്വർഗത്തിലെ ദൈവം പ്രവാചകനോട് പറയുകയാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാതെ ജീവിതകാലം മുഴുവൻ ആട് വെച്ച് മരിക്കാൻ വേണ്ടി
എന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് തെറ്റായ വിചാരത്തിൽ കാട്ടിനകത്ത് കിടക്കുന്ന ഒരുത്തനുണ്ട്. അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്ന സകല യോഗ്യവാന്മാരും അവിടെ നിൽക്കട്ടെ. ഒരു അയോഗ്യന് വരാനുണ്ട്. അവന്റെ സ്വപ്നത്തിൽ പോലും രാജകീയ അഭിഷേകമില്ല. അവൻ വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു എക്സ്പെക്ടേഷനും ഇല്ല. ദാവീദിനെ ആളയച്ച് വരുത്തിയപ്പോൾ അപ്പനും അമ്മയും സഹോദരങ്ങൾ അടക്കമുള്ളവന് ഹല്ലേലൂയ നോക്കി നിൽക്കുക. ഇവന്റെ ലൈഫിൽ എന്ത് സംഭവിക്കാൻ? ഒരു കൊച്ചു പയ്യൻ, ഇവനാണോ ഇസ്രായേലിലെ രാജാവാകാൻ വേണ്ടി ഹല്ലേലൂയ ഈ പ്രവാചകൻ ദൂത് പറഞ്ഞു ഉടനെ വേണ്ടി എങ്ങനെ രാജാവാകും? ഇവൻ അതിനുള്ള ആരോഗ്യമുണ്ടോ? അമ്പമ്പിൽ എടുക്കാൻ വാളെടുക്കാനുള്ള പ്രാഗൽഭ്യമില്ലാത്ത ഇവനെ ഒരു രാജാവാക്കുന്ന ദൈവം എത്ര മണ്ടനാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ലാതെ ഹല്ലേലൂയ ചേട്ടന്മാരും അനിയന്മാർ സകലരുടെ നടുവിൽ ദാവീദ് വന്ന നെക്കിയ ആ പന്തിയിൽ ഇരുന്ന ഭക്ഷണം കഴിക്കാൻ അവന് ഭയമാ. കാരണം എഴുന്നേറ്റ് പോടാന്ന് പോയി. ഹല്ലേലൂയ. പക്ഷേ ഒരു പ്രതീക്ഷയില്ലാതിരിക്കുന്ന നിന്നെ ഹല്ലേലൂയ സ്തോത്രം. ഒരു പന്തിയിൽ മറ്റുള്ളവരുടെ മധ്യത്തിൽ ഇരുന്നാൽ കളിയാക്കി പുച്ഛിച്ച് പരിഹസിച്ച് വിടുമെന്ന് ഭയപ്പെട്ട് പലയിടങ്ങളിലും മാറി നിൽക്കുന്ന നിന്നെ, നിന്റെ ബന്ധുക്കളുടെ വീട്ടിൽ പോയാൽ അവരുടെ മുമ്പിൽ പോലും നിൽക്കാൻ പലപ്പോഴും പതറിപ്പോകുന്ന നിന്നെ, കൂട്ടുകാരുടെ നടുവിൽ ഒറ്റപ്പെട്ട നിന്നെ ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയുകയാണ്. ഒരു ദാവീദിനെ പോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്നെ അഭിഷേകം ചെയ്ത് ഒരു രാജകീയ അനുഗ്രഹത്തിലേക്ക് ദൈവം നടത്തുന്ന ദിവസമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാട്ടിൽ നഷ്ടപ്പെട്ടത്, ഹല്ലേലൂയ, കഴുതയെ നഷ്ടപ്പെട്ടത്, സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ദൂതനായി കാഹളമൂതിയപ്പോൾ അത് മടങ്ങി ലഭിച്ചുവെങ്കിലും ഇന്ന് പകൽ നിന്റെ ലൈഫിൽ അത് വെളിപ്പെട്ടു വരാൻ പോയി. എന്താണ്? ഒന്ന് നഷ്ടപ്പെട്ടത്, രണ്ട് ഭ്രഷ്ടനാക്കപ്പെട്ടവർ. എന്താണ് ഭ്രഷ്ടനാക്കപ്പെട്ടത്? തള്ളിക്കളഞ്ഞവർ, തള്ളപ്പെട്ടവർ, ആർക്കും വേണ്ടാത്തവർ. ഇത്ര പേരിനകത്തുണ്ട് എന്നെ ആർക്കും വേണ്ട എന്ന് ചിന്തിക്കുന്നവർ. ആർക്കും എന്നെ വേണ്ട, ആർക്കും എന്നോട് സ്നേഹമില്ല, ആരും എന്നെ അംഗീകരിക്കുന്നില്ല, ആരും എന്നെ മാനിക്കുന്നില്ല. ഞാൻ തള്ളപ്പെട്ട വ്യക്തിയാണ്, ഞാൻ തകർന്ന വ്യക്തിയാണ്, ഞാൻ വെറും തള്ളപ്പെട്ട കല്ലാണ്. എന്റെ ഭവനത്തിൽ പോലും ഒന്ന് കയറി വരാൻ ആരുമില്ല. എന്റെ ഒരു വിസിറ്റേഴ്സ് പോലും എന്റെ വീട്ടിൽ വരാറില്ല. ഞാൻ ഏകനായി ഏക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കാണാൻ ആരും വരാറില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഹല്ലേലൂയ. ഇന്ന് പകരം ശ്രേഷ്ഠരാക്കപ്പെട്ടവരാണ് നീ എങ്കിൽ ദൈവാത്മാവ് പറയുകയാണ്, ഇതാ നിനക്ക് വേണ്ടി ഒരു കാഹളം ഊതപ്പെടാൻ സമയമായി. തള്ളപ്പെട്ട സഹോദരാ, സൃഷ്ടരാക്കപ്പെട്ടവരാൻ വേണ്ടി ദൈവം കാഹളം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കാഹളം ഊതിയാൽ സ്വാതന്ത്ര്യം വന്നാണ്. എപ്പോ കാഹളം സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഊതുന്നോ ആ നിമിഷം നീ വിടുവിക്കപ്പെട്ടവനായി മാറും. നിന്റെ ലൈഫിൽ എന്നും എപ്പോഴും എങ്ങനെയും ഇങ്ങനെ ജീവിച്ചു പോകത്തില്ല. നീ ഒരിക്കലും ചിന്തിക്കരുത് നിന്റെ ജീവിതത്തിനകത്ത് എന്നും ഇങ്ങനെ ജീവിച്ചു പോകാതെ ചിന്തിക്കണ്ട. സ്വർഗം നിന്റെ ചരിത്രത്തെ മാറ്റാൻ പോയി. നിന്റെ തലവരെ മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോയി. അസാധാരണമായ ചില കാഹളങ്ങൾ നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഊതാൻ പോവുകയാണ്. നിന്റെ ഹിസ്റ്ററി ചേഞ്ച് ആകാൻ പോകുന്നു. നിന്റെ ചരിത്രം മാറാൻ പോകുന്നു. ദൈവം നിനക്ക് വേണ്ടി ചില പുതുവഴികൾ തുറന്നു തരാൻ പോകുന്നു. നഷ്ടപ്പെട്ടവരെ, സ്വർഗ്ഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് ഒരു കാഹളം ഊതട്ടെ. മത്തായിയുടെ സുവിശേഷം കണ്ടെങ്കിൽ ഒന്നും വായിക്കാം. രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം
കിടക്ക് കണ്ട് അവന് നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. Praise the Lord. Hallelujah. കർത്താവ് യേശു ക്രിസ്തു ജനിച്ച സ്ഥലമാണ് ബെത്ലഹേം. Hallelujah. Praise the Lord. ബെത്ലഹേം എന്ന് പറയുന്ന സ്ഥലം ഇസ്രായേലിലെ ഏറ്റവും ചെറിയ കൊച്ചു പട്ടണമാണ്. എല്ലാവരും പറഞ്ഞിട്ട് ചെറുത്, കൊച്ചു പട്ടണം, ഏറ്റവും ചെറുത്. ആ പട്ടണങ്ങളിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞ് അതിനെ ബൈബിൾ ഹിസ്റ്ററിയിൽ ഒരു ചെറുത് കൊച്ചു പട്ടണം. ഹല്ലേലൂയ. ആ പട്ടണത്തിനകത്ത് വലിയ ദൈവം പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നേരത്തെ പറഞ്ഞില്ലേ, ഭ്രഷ്ടരാക്കപ്പെട്ടവരും നഷ്ടപ്പെട്ടവരും ആർക്കും വേണ്ടാത്തവരും തള്ളപ്പെട്ടവരും മാത്രം നോക്കി വന്ന ഒറ്റ ദൈവമേ ഉള്ളതാണ് നമ്മുടെ ദൈവം. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ലോകം മുഴുവനും കർത്താവിനെ ആരാധിക്കുന്നവരാണ് കൂടുതലുള്ളത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർഷിപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ലോകത്തിൽ പല മതവിഭാഗങ്ങളുണ്ടെങ്കിലും പലതുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമാന്മാര് ഇവിടെയുള്ള നാട്ടുകാർ പറയും, ഈ കേരളത്തിലുള്ളവരോ അല്ലെങ്കിൽ ഈ ട്രിവാൻഡ്രം ജില്ല മുതൽ കൊല്ലം വരെയുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ടാവും, ക്രിസ്ത്യാനികള് എന്ന് പറയുന്ന ആൾക്കാര് വെറും ബുദ്ധിയില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്, സമൂഹത്തിൽ ഇനി അറ്റ കിടക്കുന്നവർ മാത്രമേ കർത്താവ്. പക്ഷേ ഇതങ്ങോട്ട് കഴിഞ്ഞ് വടക്കോട്ട് പോകുമ്പോൾ അവിടെയുള്ള അച്ചായന്മാർ പറയും, മാപ്പിളയന്മാർ പറയും, ഏറ്റവും കൂടുതൽ ഉന്നതന്മാര് കർത്താവിനെ സേവിക്കും. അത് നേരെ നോർത്ത് ഇന്ത്യയിലോട്ട് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ അവർ പറയും, ഈ ലോകത്ത് ഇന്ത്യയിലെ ഏറ്റവും അധകൃതരാണ് ക്രിസ്ത്യാനികളെന്ന്. പക്ഷെ ഇന്ത്യ വിട്ട് അപ്പുറത്തോട്ട് പോകുമ്പോൾ ആ ലോകം മുഴുവനുള്ളവർ നോക്കുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായ യഹൂദന്മാർ പറയും, ഞങ്ങൾക്ക് ആരാധിപ്പാൻ ഒരുവനെ യഹോവയായ ദൈവം. പലരും പല നിലവാരങ്ങളിൽ ഈ ക്രിസ്തീയ വിശ്വാസത്തെ വിലയിരുത്തുമ്പോൾ ഇന്ന് മുഴുവനായി നോക്കുമ്പോൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആത്മനിറവിൽ ആരാധിക്കുന്ന ദൈവജനം ഈ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യേശു ക്രിസ്തുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നത നാമമാണ്. ഈ നാമം നിന്റെ അകത്ത് ആരെങ്കിലും ജനിച്ചു കഴിഞ്ഞാൽ, ഈ ക്രിസ്തു നിന്റെ അകത്ത് ജനിച്ചാൽ, നിന്റെ കുലത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ദേശത്തിൽ ഏറ്റവും ചെറിയവനായ നിന്റെ അകത്ത് ഈ ക്രിസ്തുവിന്റെ മകൾ ജനിക്കാൻ നീ അനുവദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണ്, ഇസ്രായേലിലും ലോകത്തിലും ഏറ്റവും ഉന്നതനാക്കി ദൈവത്തിന്റെ മാറ്റി. ഹല്ലേലൂയ. അപ്പൊ ഈ ബെത്ലഹേം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സംഭവം. ഇസ്രായേലിൽ ചെറിയൊരു ഈ ബെത്ലഹേം എന്തായിരുന്നു? ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അപ്പത്തിന്റെ ഭവനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തോ പേരാണെന്ന് അറിയാമോ? ഭയങ്കര പേരല്ലേ, അപ്പത്തിന്റെ ഭവനം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ബെത്ലഹേമിന് ഒരു വലിയ ചരിത്രമുണ്ട്. അതിനു മുമ്പ് നമ്മൾ നോക്കുമ്പോൾ രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1:1 വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും, ഈ ബെത്ലഹേമിൽ ഒരു ചരിത്രമുണ്ടായി. നവോമിയും ഫാമിലിയും അപ്പത്തിന്റെ ഭവനമായ ബെത്ലഹേമില് ഒരു വലിയ ക്ഷാമം വന്നപ്പോൾ തന്റെ ഭർത്താവിനെയും തന്റെ ആമക്കളെ കൊണ്ട് ഒറ്റ ഓട്ടം ഇവിടെ മോവാബിലോട്ട് ഓടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അപ്പത്തിന്റെ ഭവനമായ ബെത്ലഹേമിൽ അന്ന് അവിടെ സംഭവിച്ചത് നഷ്ടമാണ്, ക്ഷാമമാണ് അവിടെ നടന്നത്. ആ ദേശത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട് മോവാബിൽ പോയി. അവിടെ വെച്ച് അതിനേക്കാൾ ഇരട്ടി ക്ഷാമവും ഇരട്ടി കഷ്ടവും ഇരട്ടി ശാപവും ആര് പ്രാപിച്ചു? നബോത്തും പ്രാപിച്ചു. തന്റെ മക്കളും ഭർത്താവും എല്ലാം മരിച്ചു. രണ്ട് മരുമക്കളെ ഉള്ളതിന് ഒന്നിനെ അവിടെ ഓടി രക്ഷപ്പെട്ടു. വേറെ ഒരു രൂത്തിനെ കൊണ്ട് മടങ്ങി വന്നു. വെളിപ്പാടുള്ള രൂത്തിനെ കൊണ്ട് നവോമി മടങ്ങി വന്നപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നവോമിയെ നോക്കി നാട്ടുകാരെല്ലാം പറഞ്ഞു, അയ്യോ നവോമി സൗന്ദര്യമുള്ളവളെ, സുന്ദരിയായ ആ നവോമി, നിന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, നിങ്ങൾ എന്നെ മാത എന്ന് വിളിപ്പൻ. കൈപ്പേറിയ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. ബെത്ലഹേം എന്ന് പറയുന്ന സ്ഥലം അന്ന് നവോമിക്ക് സമ്മാനിച്ചത് മരണമാണ്, തകർച്ചയാണ്. ആ സ്ഥലത്ത് അവൾ കണ്ണുനീരോടെ വേദനയോടെ മടങ്ങി ഓടിപ്പോയതാ. പക്ഷെ മടങ്ങി വന്ന ആ സ്ത്രീക്ക് ദൈവം 100 മടങ്ങ് ഒരു അത്ഭുതം ചെയ്തു. അത് പുണ്യത്തെ ഒരു വലിയ കഥയാണ്. പക്ഷെ അതൊക്കെ വിടാം. ഇതേ ബെത്ലഹേമിനെ കുറിച്ച് മറ്റൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിന്റെ വായിച്ചാട്ടെ 19-ാം വാക്യം. റാഹേൽ മരിച്ചിട്ട് അവളെ ബെത്ലഹേമിൽ നിന്ന് എഫ്രാദേശത്ത് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അപ്പൊ എഫ്രാത്ത് എന്ന് പറയുന്ന സ്ഥലം ബെത്ലഹേമിലുള്ള സ്ഥലത്ത് രണ്ട് യഹൂദ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തിലെ 12 ഗോത്രങ്ങളുടെ മാതാക്കളായ റാഹേലും അതുപോലെ തന്നെ ലേയും അടക്കമുള്ളതാണ് യാക്കോബിന്റെ 2 ഭാര്യമാർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൽ റാഹേൽ എന്ന് പറയുന്ന സ്ത്രീ മരിച്ച സ്ഥലമാണ് ബെത്ലഹേം. എഫ്രാത്ത് അവിടെ അടക്കി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു വിശുദ്ധയായ സ്ത്രീ, ഒരു 2 ഗോത്രങ്ങളുടെ സൃഷ്ടാവായിരിക്കേണ്ടവൻ, അനുഗ്രഹിക്കപ്പെടുന്ന പ്രവാചകന്റെ ഭാര്യ, അഭിഷിക്തയായിരിക്കേണ്ടവൻ. പ്രൈസ് ദി ലോർഡ്. പകുതി വഴിയിൽ വെച്ച് മരിച്ചുപോയി. ആ മരണപ്പെട്ട് അടക്കപ്പെട്ട സ്ഥലം വിലാപത്തിന്റെ ഭവനം, ദുഃഖത്തിന്റെ ഭവനം, പ്രാഗിക്കൊണ്ട് മരിച്ച സ്ഥലം, നരകയാതന അനുഭവിച്ച സ്ഥലം, വളരെ ശക്തമായ ബ്ലീഡിങ്ങിനാൽ പ്രയാസപ്പെട്ട് മരിച്ചുപോയ സ്ഥലം, തന്റെ കുഞ്ഞിനെ എടുത്ത് പ്രാഗിക്കൊണ്ട് പേരിട്ട സ്ഥലം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. വഴിയിൽ വെച്ച് ഒരു വിശുദ്ധ മരിച്ചടക്കപ്പെടുന്നു. വഴിയിൽ വെച്ച് യാക്കോബിന്റെ കല്ലറയിൽ പോലും അടക്കപ്പെടാൻ യോഗ്യതയില്ലാതായി വഴിയിൽ വെച്ച് തകർന്നു പോയ റാഹേലിന്റെ കരച്ചിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ആ തകർച്ചയുടെ പുറകിൽ ചില കഥകളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി തന്റെ അപ്പനെയും സഹോദരനെയും വഞ്ചിച്ചിട്ട് ഓടി വന്ന ബേഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത്, ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഭവനമാകുന്ന ബേഥേലിൽ വന്ന് വന്നിരിക്കുകയാണ്. ബേഥേലിൽ വന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്റെയും എന്റെ ജീവിതത്തിനകത്ത് ഒരപ്പനെയും അമ്മയും സഹോദരങ്ങളെല്ലാം വഞ്ചിച്ചിട്ട് ഓടി വന്ന് കേറിയെന്നും സൂര്യൻ ചില സമയത്ത് നമ്മൾ കയറിപ്പോ നമ്മൾ കേറുന്നത് കണ്ടുപോകും. അപ്പൊ അത് പറയും, നമ്മൾ അവിടെ കൂടിയിരിക്കുന്നതിൽ നല്ലൊരു പാർട്ടി വന്ന് കയറി. പ്രൈസ് ദി ലോർഡ്. നല്ല എണ്ണക്കെത്തവൻ കയറി വന്നാൽ എന്ത് ചെയ്തു? കറണ്ടും പോയി, എല്ലാം പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യാക്കോബ് ബേഥേലിന്റെ കാല് ചവിട്ടിയതും ഇരുട്ട് വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്. സൂര്യൻ അസ്തമിച്ചു പോയി. ഹല്ലേലൂയ. നോക്കിയപ്പോ കിടക്കാൻ ഒരു സ്ഥലമില്ല, മൊത്തം പാറക്കെട്ടാണ്. തല വയ്ക്കാൻ ഒരു സ്ഥലമില്ല. ഇന്ന് രാവിലെ വരെ ഉച്ച വരെ വരുന്നത് വരെ അമ്മയുടെ മടിയിൽ തല വെച്ച് കിടന്നുറങ്ങിയവരാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് ഓടി വന്നിരിക്കുക. അപ്പോൾ അതാണ് ഒരു പാറ അവിടെ ഇരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം യാക്കോബിന് നോക്കണം, അഭിഷേകം അപ്പൻ തലയിൽ കൈവച്ച് വാഗ്ദത്ത ദൂത് കൈമാറ്റം ചെയ്തപ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ് യാക്കോബ് എന്ന വ്യക്തിയുടെ അകത്ത് മറ്റൊരു ആത്മീക മനുഷ്യൻ പിറവിയെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഒരു പ്രവാചകൻ നിന്റെ തലയെ കൈവച്ച് ഹൃദയം തുറന്നൊന്ന് അനുഗ്രഹിച്ചാൽ നിന്റെ പേഴ്സണാലിറ്റി മാറിപ്പോകും. നിന്റെ അകത്തെ മനുഷ്യൻ രൂപാന്തരപ്പെടും. നിനക്ക് സുബോധം വരും. നിന്റെ കാഴ്ചപ്പാട് മാറിപ്പോകും. ഞാനോ നീയോ ആണെങ്കിൽ ആ സ്ഥലത്തെ നോക്കി കയറി എന്ന് പറഞ്ഞാൽ ശാപം പിടിച്ചത്, ഇരുട്ട് മൂടിയ സ്ഥലം, ഭൂതം പ്രേതം പിശാചുള്ള സ്ഥലം, വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട ഞാൻ അമ്മയുടെ വാക്കി തെക്കൊണ്ട് അമ്മയെ വിളിച്ച്, അപ്പനെ ചീത്ത വിളിച്ച്, സഹോദരനെ ചീത്ത വിളിച്ച്, അവിടെ കിടന്ന് പെറുപുറത്ത് കരഞ്ഞ് നിലവിളിച്ച് പാറയെടുത്ത് ഉരുട്ടി അങ്ങോട്ട് നാരായണ പ്രാർത്ഥന പോലെ ഉരുട്ടി ഭയങ്കര വിഷയങ്ങളാക്കിയത്. പക്ഷേ അതിന് പകരം സ്വർഗത്തിലെ ദൈവം പ്രവാചകനായി മാറിയ അപ്പന്റെ കൈവപ്പിലൂടെ അനോയിന്റിങ് അകത്ത് കയറി വാഗ്ദത്തം ദൂത് കേട്ടവൻ. ഹല്ലേലൂയ. ഈ പ്രതികൂലമാകുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇത് മഹാഭയങ്കര സ്ഥലം. ഇവിടെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങുകയും കയറുകയും ചെയ്യുകയാണ്. ഇവിടെ ദൂതന്മാരുണ്ട്, ഇവിടെ ദൈവമുണ്ട്, ഇവിടെ ഗ്ലോറി ഉണ്ട്, ഇവിടെ ഏഞ്ചൽസ് ഇറങ്ങുന്ന സ്ഥലമാണ്. ഈ ദൂത് മനസ്സിലായി. നിന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിലും ആത്മബലമുള്ള ദൈവത്തിന്റെ പരിപാലന നീയെങ്കിൽ നീ പറയുന്ന സുഖകാര്യമുണ്ട്. ഹല്ലേലൂയ. ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിന്റെ വായിൽ നിന്നും വരേണ്ട വാക്കുകൾ, ദൂതുകൾ എന്ന് പറയുന്ന സാഹചര്യം പ്രതികൂലമാണെങ്കിലും, സാഹചര്യം പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും, യാക്കോബ് വാതുറന്ന് പറഞ്ഞത്, ഇവിടെ ഇരുട്ടാണെന്നല്ല, ഇവിടെ കല്ല് എന്റെ തലയിൽ അത് എടുത്തു വെച്ച എന്റെ തല ഇന്ന് പൊട്ടുമെന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദേശത്തെ സ്ഥലത്തെ ഏരിയ നോക്കി ശമിച്ചില്ല, സൂര്യനെ ശമിച്ചില്ല. അതിന് പകരം യാക്കോബ് പറയുകയാണ്, ഇതാ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. ഞാൻ ഒറ്റ വിട്ടത് നല്ലതായി, ഞാൻ ഏകനായത് നല്ലതായി,
എനിക്ക് തലയിൽ വെക്കാൻ തലയിണ ഇല്ലാത്തതിനായി സ്തോത്രം. എനിക്ക് കട്ടിലില്ലാത്തതിനായി സ്തോത്രം. എനിക്ക് ആഹാരമില്ലാത്തതിനായി സ്തോത്രം. കാരണം അത് ഇതിനേക്കാൾ വലുത് ഇന്ന് കൂടെ ഞാൻ ഭാവിക്കാൻ പോവുകയാണ്. കാരണം എന്റെ ദൈവമായിട്ട് ഞാനൊരു ബന്ധത്തിലേക്കൂടെ പോകുന്നു. എന്റെ ലൈഫിൽ എന്നോട് സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഇവിടെ ദൂരമായി ഇറങ്ങുകയാണ്. ഈ കല്ലിനെ ഞാൻ തലയിണയാക്കും. തലയിണയായിരിക്കുന്ന കല്ലിനെ ഞാൻ ചൂടാക്കും. ഇവിടെ ദൈവത്തിന്റെ ഭവനമാണ്. ഇത് ദൈവത്തിന്റെ ഭവനമാണ്. ഇത് ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമാണ്. നിന്റെ വായി കൊണ്ട് നിനക്ക് ഏത് കഷ്ടം പിടിച്ച, എത്ര വേദന നിറഞ്ഞ, എത്ര തകർന്ന ഏരിയ നോക്കിയും നിനക്ക് ആ സ്ഥലത്തെ നല്ലതെന്ന് പറയാൻ സാധിക്കും. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തെയും ശരീരത്തെയും നിങ്ങളുടെ സാഹചര്യങ്ങളെയും ഭയപ്പെടുത്തുന്നതും അസ്വസ്ഥപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരെ നിന്റെ വായി തുറന്ന് നീ അതിനെ സ്വർഗമാക്കി മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പത്മോസിനകത്ത് യോഹന്നാനെ ഇട്ടപ്പോൾ ആ പത്മോസിന് കിടന്നുകൊണ്ട് ആ ഡൊമീഷ്യൻ ചക്രവർത്തിയെ, ഭാര്യ, മക്കളെ, സ്റ്റേഡിയത്തിൽ കൂടിയിരുന്ന ഈ യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ട സ്റ്റേഡിയത്തിൽ കൂടിയിരുന്ന സകല ജനവും ആർത്ത് വിളിച്ച് സന്തോഷിച്ച് യോഹന്നാൻ പൊരിഞ്ഞു വരുന്നത് കാണാൻ ഫ്ലൈയായി വരുന്ന കാത്തിരുന്ന സകല ജനത്തെ പത്മോസിൽ കിടന്ന് ശമിക്കാണ്ട് ആളാണ് ആര്? ഞാനും നിങ്ങളാണ് അത് ചെയ്യും. അവരെല്ലാം കൂടെ എന്നെ കുറിച്ച് വിടവുള്ളൂ. പത്മോസെ, നീ ശമിക്കപ്പെടും. ഡൊമീഷ്യൻ ചക്രവർത്തി നീ നാളെ തട്ടിപ്പോകും എന്ന് പറഞ്ഞ് ശമിക്കപ്പെടേണ്ട സ്ഥലത്ത് യോഹന്നാൻ പറഞ്ഞത് ഇത് കർത്തൃ ദിവസമാണ്. ഇത് സ്പിരിച്വൽ മേലും. സ്തോത്രം. പിശാചിന്റെ മകനും ദൈവത്തിന്റെ മക്കളും തമ്മിലുള്ള വ്യത്യാസം ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിന്റെ വായിൽ നിന്നും വരുന്നത് ഏത് പ്രതിസന്ധിയിലും ഏത് സാഹചര്യത്തിലും എത്ര വലിയ പത്മോസും എത്ര വലിയ ബഥേലാണെങ്കിലും ഏത് ഇരുട്ടിന്റെയും ഏത് പ്രതികൂലത്തിന്റെ നടുവില് നീ നോക്കി വിളിച്ചു പറയുന്നത് ഇത് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം. ഹല്ലേലൂയ. നിന്റെ സഭയെ നോക്കി നീ പറയും ഇത് അനുഗ്രഹിക്കപ്പെട്ട സഭ, ഇത് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ, ഇത് അനുഗ്രഹിക്കപ്പെട്ട കൂട്ട സഹോദരങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട ആത്മനിറവുള്ളവർ. ഓ, ഈ സഭ അനുഗ്രഹിക്കപ്പെട്ടതോ, ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ടതോ, ഈ വീട് അനുഗ്രഹിക്കപ്പെട്ടതോ, ഈ വാഹനം അനുഗ്രഹിക്കപ്പെട്ടതോ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആത്മീയ മക്കളും പിശാചിന്റെ മക്കളും തമ്മിൽ വ്യത്യാസമാണ്. പിശാചിന്റെ മക്കളെ തുറന്നാ പറയുന്ന അയ്യോ ഇത് ശാപം പിടിച്ചത്, അയ്യോ ഈ കൂട്ടത്തിൽ കൊള്ളത്തില്ല, ഈ വ്യക്തി എന്റെ അടുത്തിരിക്കുന്നത് ഭൂതം, ഈ ഇപ്പുറത്തിരിക്കുന്നത് അതിനേക്കാളും വലിയ ഭൂതം, ആ ബാക്കിലിരിക്കുന്ന അതിനേക്കാളും വലിയ ഭൂതം, ഫ്രണ്ടിലിരിക്കുന്ന ഭൂതം, വരുന്നത് ഭൂതം, പോകുന്നത് ഭൂതം, എല്ലാം ഭൂതം. ഹല്ലേലൂയ. വേറെ പല ശാലകളാണെന്നും പറയും അവര്. ഹല്ലേലൂയ. ഇതൊന്നും ശരിയല്ല, ആര് ശരിയല്ല, പിന്നെ ആര് ശരിയല്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പൈതൽ പറയുന്ന ഒരു കാര്യവും ഹല്ലേലൂയ സ്തോത്രം പിശാചിന്റെ സന്തതികൾ പറയുന്നത് തമ്മിൽ നീ തിരിച്ചറിയാനുള്ള വെളിപ്പാട് നിലകൊണ്ടാകണം. നിന്റെ അടുത്ത് വന്ന ആരെങ്കിലും നിന്റെ സഭയെ കുറിച്ച് മോശമായി പറഞ്ഞാൽ നിങ്ങൾ പിശാചിന്റെ സന്തതി വിട്ടുപോകും. പിശാചിന്റെ മകനെ, പിശാചിന്റെ മകളെ നീ വിട്ടുപോ. ദൈവത്തിന്റെ ആത്മാവുള്ളവൻ പറഞ്ഞ കാര്യമാണ് ഈ സ്ഥലം ദൈവത്തിന്റെ ഭവനം. ഈ ദിവസം കർത്തൃ ദിവസം. പൗലോസ് ജയിലിനകത്ത് കിടന്ന് പറഞ്ഞു, ഞാൻ സന്തോഷിക്കും, സന്തോഷിക്കും, എപ്പോഴും എല്ലാത്തിനും സന്തോഷിക്കും. ഹല്ലേലൂയ. തൃപ്തിയുള്ള ഹൃദയം, സംതൃപ്തിയുള്ള ഹൃദയം, പിറുപിറുപ്പില്ലാത്ത മനോഭാവം, കുറ്റം പറയാത്ത മനോഭാവം. ഇതാണ് ദൈവത്തിന്റെ പൈതലിന്റെ പ്രത്യേകത, ദൈവജനത്തിന്റെ പ്രത്യേകത. യാക്കോബ് താൻ കിടന്ന സ്ഥലത്ത് സ്വർഗത്തിലെ ദൈവത്തെ ഇറങ്ങി. ഹല്ലേലൂയ. ദൂതന്മാർ ഇറങ്ങി, യഹോവ ഇറങ്ങി. ഇറങ്ങിയപ്പോൾ ആ യാക്കോബിനോട് പറയുക, യാക്കോബേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോബിനോട് ദൈവം പറഞ്ഞില്ല, നിന്റെ അപ്പൻ എന്തിനാ വഞ്ചിച്ചത്, നിന്റെ സഹോദരൻ എന്തിനാ വഞ്ചിച്ചത്, ഒന്നും പറഞ്ഞില്ല. ദൈവം പറഞ്ഞത് അവൻ യാക്കോബിന്റെ തലമുറയെ കുറിച്ചുള്ള ദൂതാണ്. ഹല്ലേലൂയ. ഈ ദൂത് കേട്ട 20 വർഷം, ഈ ദൂതെല്ലാം കേട്ടതിന് ശേഷം 20 വർഷം ലാബാന്റെ ഭവനത്തിൽ ചെന്ന് കിടന്ന് കഷ്ടപ്പെട്ട് റാഹേലിനെ ഇഷ്ടപ്പെട്ടു. കഷ്ടപ്പെട്ട് ലേയം കെട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോ ഇഷ്ടപ്പെട്ടതിന് കിട്ടിയില്ല. എന്ത് ചെയ്തു?
കഷ്ടപ്പെട്ട് മറ്റൊരാളിനെ കെട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടതിനെ നേടാൻ വേണ്ടി വീണ്ടും കഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാം വലിയ ഒരു വൈരുദ്ധ്യമായ സംഭവങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു സ്ത്രീ ലേയ, അവളുടെ കണ്ണിന് ശോഭ കുറഞ്ഞവൾ. മറ്റൊരു സ്ത്രീ സൗന്ദര്യധാമമായ ഒരു സ്ത്രീ. ഹല്ലേലൂയ. രാവിലെ ആ സ്ത്രീക്ക് എഴുന്നേറ്റ കണ്ണാടി കൊണ്ടുകൊണ്ടിരിക്കാൻ സമയമുള്ളൂ. ദൂതായി പഴം വരെ വാങ്ങിച്ചിട്ട് ഭർത്താവിന് മറ്റൊരാൾ വിട്ടുകൊടുത്തതാണ്. ഹല്ലേലൂയ. പക്ഷെ മറ്റൊരു സ്ത്രീ ലേയ എന്ന് പറയുന്നത് വ്യത്യസ്തയാണ്. അവൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാത്തിരിക്കുന്നത് തന്റെ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കും. എപ്പോ എന്റെ ഭർത്താവ് അരിയിൽ വരും, എപ്പോ എന്റെ ആടുകളെ കുളിപ്പിച്ചിട്ട് എന്റെ ഭർത്താവ് വരും, യാക്കോബ് എപ്പോഴും വരും. തന്റെ സഹോദരിയായ റാഹേലിന്റെ അടുക്കൽ ചെന്ന എനിക്ക് എന്റെ ഭർത്താവിനെ വിട്ടു തരണം. ഹല്ലേലൂയ. അപ്പോൾ റാഹേൽ ചോദിച്ചു, ഇന്ന് വിട്ടു തരാൻ വേണ്ടി എന്താ വേണ്ടത്? ഹല്ലേലൂയ. ലേയയുടെ കയ്യിൽ നിന്ന് ദൂതായി മരം കണ്ടപ്പോൾ റാഹേൽ പറഞ്ഞു, ഭർത്താവിനേക്കാൾ വലുതാണ് എനിക്ക്. പല സ്ത്രീകൾക്കും പ്രത്യേകത, ഏത് ഭർത്താവ് കൊടുത്ത ഭർത്താവിനേക്കാൾ വലുതാണെന്ന് പലതും. അതാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. വ്യഭിചാരം ശരീരം കൊണ്ട് ചെയ്യണമെന്നില്ല. വ്യഭിചാരം എന്ന് പറയുന്നത് നിന്റെ ഹസ്ബൻഡിനേക്കാൾ വലുതായി ഭൂമിയിൽ എന്തുണ്ടോ അത് നീ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ അത് വ്യഭിചാരമായി മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൂതായി പഴം വാങ്ങിച്ചതിന്റെ ഭർത്താവിനെ ഒറ്റിക്കൊടുത്ത ചേട്ടത്തിന് വിട്ടുകൊടുത്തു. അങ്ങനെ 2 തലമുറകളെല്ലാം ഉണ്ടായി. പോകുന്ന വഴി 20ാമത്തെ വർഷം യാക്കോബ് തന്റെ ദൈവം നീതിമാനായതുകൊണ്ട് ലാബാൻ വഞ്ചിച്ച് ചതിച്ചെങ്കിലും വാഗ്ദത്തമുള്ളവരെ ദൈവം പുറത്തുകൊണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ ആടുമാടുകളും മക്കളും ഭാര്യമാരുമായിട്ട് താൻ പുറത്തു വന്നു. നിഷ്കളങ്ക മനോഭാവനായ, ആരെയും മോഷ്ടിക്കാത്ത, വഞ്ചിക്കാത്ത, ചതിക്കാത്ത നിഷ്കളങ്കനായ വിശുദ്ധനായ യാക്കോബ് ഭാര്യയും മക്കളുമായി പോയപ്പോൾ ഈ ഭാര്യ രണ്ടാമത്തെ പിന്നെ റാഹേൽ എന്ന് പറയുന്ന സുന്ദരി കോത, പ്രൈസ് ദി ലോർഡ്, ആ സ്ത്രീ എന്ത് ചെയ്തു? നേരെ അപ്പ പോണ വഴിക്ക് അപ്പന്റെ റൂമിനകത്ത് കയറി അവിടെ ഇരുന്ന വിഗ്രഹം പുറപ്പെടുത്തു. മോഷണം, തട്ടിപ്പ്, വെട്ടിപ്പ്, മോഷണം, നുണ, പരദൂഷണം, ഇതാണ് ഈ റാഹേലിന്റെ പരിപാടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ എന്ത് ചെയ്തു? പോണ വഴിക്ക് വിഗ്രഹത്തെ മേടിച്ചു. വിഗ്രഹത്തെ കൊണ്ടുപോയി ഒട്ടകത്തിനകം മൂടി വെച്ച് നേരെ കൊണ്ടുപോയി കൂടാരത്തിൽ ചെന്ന് ഒളിച്ചു വെച്ചിരിക്കുക. ഞാൻ പറയേണ്ട ദൈവം വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം തീക്ഷ്ണനയനമുള്ളവനാണ്. അവൻ വീര്യം പ്രവർത്തിക്കുന്നവനാണ്. നീ എവിടെ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചാൽ അത് പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. നിന്റെ കള്ളം, കവടം, വഞ്ചന, ചതി എന്നും നിനക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നിന്റെ ഗൂഢാലോചനകളെ പൊടിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഹിഡൻ അജണ്ടകളെ തകർക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മോഷണങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമുണ്ട് എന്ന് പകരം പറയട്ടെ. റാഹേൽ മോഷ്ടിച്ചു വെച്ചത് ലാബാൻ അറിഞ്ഞ് പുറത്തു വന്ന് ലാബാൻ പിന്തുടർന്നപ്പോൾ ലാബാനോട് ദൈവം പറയുകയാണ്, ലാബാനെ, എന്റെ അഭിഷിക്തന് വിരോധമായി ഒരു വാക്ക് പോലും പറയാതിരിക്കാൻ നീ സൂക്ഷിക്കണം. ലാബാൻ പറഞ്ഞു, നിന്റെ ദൈവം ഞാൻ വരുന്ന വഴിയിൽ എന്നോട് സംസാരിച്ചു, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്നാലും എനിക്കൊരു ഇൻസ്ട്രക്ഷൻ ഒക്കെ നടത്തണം. ഇതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ട്, എന്റെ വിഗ്രഹം കാണാനില്ല. അപ്പൊ യാക്കോബ് എടുത്ത വായിൽ പറഞ്ഞു, ഞങ്ങൾ ആരും എടുത്തിട്ടില്ല, ഇനി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ ആളും മരിക്കണം. ഹല്ലേലൂയ. അപ്പം വന്നെല്ലാം നോക്കിയപ്പോൾ റാഹേൽ ഓടിച്ചെന്ന് വീണ്ടും മാനസാന്തരപ്പെട്ട അപ്പം വന്ന സ്ഥിതി, അപ്പ അറിയാതെ എടുത്ത് അപ്പന്റെ കൂടെ സ്നേഹം കൊണ്ട് ഞാൻ എടുത്തതാ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് പകരം ഹൃദയം കഠിനമാക്കിയിട്ട് വീണ്ടും ഈ വിഗ്രഹത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ലോകത്തിന്റെ നമ്പർ 1 കോള് വീണ്ടും അടിച്ചു. റാഹേൽ പറഞ്ഞു, എനിക്ക് ആ മാസം വന്നിരിക്കുകയാണ്, അപ്പ എഴുന്നേക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ പറഞ്ഞതിൽ തന്നെ അവൾ അടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവം ഇറങ്ങി വന്ന് അതിനെ ക്ലിയർ ചെയ്തെന്ന് അറിയാമോ? നാളെ ദൈവം തന്റെ അഭിഷിക്തന്മാരെ 12 ഗോത്രങ്ങളെ പുറത്തു കൊണ്ടുവന്ന് മാനിച്ചുയർത്തുമ്പോൾ റാഹേൽ ജീവിച്ചിരുന്നാൽ ഈ വിഗ്രഹം എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് പറയും, നിന്റെ അപ്പന്റെ ദൈവം മാത്രമല്ലടാ, എന്റെ അപ്പന്റെ ദൈവവും കൂടെ ചേർന്നാ നിന്നെ അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. നിന്റെ അപ്പന്റെ ദൈവം മാത്രമല്ല നിന്നെ അനുഗ്രഹിച്ചത്, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹം കണ്ടോ? ഒരു ഉറപ്പും ധൈര്യമില്ലാത്ത ഇസ്രായേലാ. ആ ജനത്തിലെ ഈ 12 മക്കളെ ഇതിനകത്ത് ഈ വിഗ്രഹം കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2 ഗ്രൂപ്പ്, 6 പേര് അപ്പന്റെ ദൈവത്തിന്, 6 പേര് അമ്മയുടെ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവം വിടുവോ? വിടത്തില്ല. 2 വള്ളത്തിൽ നീ കാലിന് വിട്ടരുത്. 2 വള്ളത്തിൽ നീ കാലിന് വിട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം തീക്ഷ്ണവനാണ്, അവൻ എരിവുള്ളവനാണ്, വീരനാണ് ദൈവം. ഹല്ലേലൂയ. ആ ദൈവം പറയാൻ, നീ പാരമ്പര്യം വെട്ടി ഇറങ്ങിയാൽ പിന്നെ നിന്റെ അപ്പന്റെ ആ പാരമ്പര്യങ്ങളുടെ പുറകെ നീ നിൽക്കാതെ ഇന്ന് മുതൽ പൂർണ്ണമായ ഒരു മാനസാന്തരം നിനക്കുണ്ടെങ്കിൽ മാത്രമേ നീ ആയുസോടെ, ദീർഘായുസോടെ ഇരുന്ന് ദൈവത്തിന്റെ മഹത്വം കാണത്തുള്ളൂ.
Praise the Lord. Hallelujah. അപ്പൊ ശപിക്കപ്പെട്ട സ്ത്രീ അഭിഷിക്തന്റെ പ്രവാചകന്റെ ഭാര്യയായി പദവിയായി ദൈവം ഒരു വലിയ ഓണർ കൊടുത്തിട്ട് ആ സ്ത്രീ പക്ക ലേഡിയായി സ്ത്രീയായിട്ട് തന്നെ മരിക്കുക. അവളൊരു അഭിഷിക്തയായി മാറേണ്ടവളാണ്. അവൾക്ക് ദൈവം കൊടുത്തത് ഇസ്രായേൽ എന്ന് മറുപേരുള്ള ലോകം അറിയപ്പെടുന്ന ഒരു പാസ്റ്ററിനെ അഭിഷിക്തനെ പ്രവാചകനെ കൊടുത്ത ഭർത്താവായിട്ട്. പക്ഷേ ഹല്ലേലൂയ, നാണം കെട്ട ഈ സ്ത്രീ അപ്പന്റെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് കള്ളം കവളം വഞ്ചന ചെയ്ത ഭർത്താവിനെ വഞ്ചിച്ച് മക്കളെ വഞ്ചിച്ച് അപ്പനെ വഞ്ചിച്ചവള് നടുവഴി വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞതുപോലെ അവൾ അവിടെ വെച്ച് ബ്ലീഡിംഗ് ആയി മരിക്കുക. മരിക്കുന്ന സമയത്തെങ്കിലും മാനസാന്തരപ്പെട്ട ഭർത്താവിനോട് മക്കളോട് ക്ഷമതമില്ല. അവിടെയും കുഞ്ഞ് ജനിച്ചവരുടെ കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞിനെ ശപിച്ച ഒരു പേരും കൂടെ എത്തിക്കുന്നു. പിശാച് അകത്തേക്ക് അറിയാൻ നിന്റെ വായിൽ ശാപവാക്യേ വരും. ഹല്ലേലൂയ, സ്തോത്രം. കുഞ്ഞിന് ഒരു പേരിട്ട്, ശാപത്തിന്റെ പേര്. പക്ഷേ അപ്പൻ വിവരമുള്ളവനാണ് എടുത്ത് ആ കുഞ്ഞിന് മറുപേരിട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ മരിച്ചടക്കപ്പെട്ട സ്ഥലമാണ് ബെത്ലഹേം, എഫ്രാത്ത്. ആ സ്ഥലത്തിന്റെ ചരിത്രം മാറ്റാൻ കർത്താവ് ജനിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര വലിയ ശാപം പിടിച്ച വ്യക്തിയാണ് നീയെങ്കിലും, എത്ര വലിയ തകർന്ന വ്യക്തിയാണ് നീയെങ്കിലും, എത്രത്തോളം നീ ശാപിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും, നിന്റെ കുടുംബത്തിലും നിന്റെ കുടുംബത്തിലും നീ എത്ര ചെറുതാണെങ്കിലും പരിശുദ്ധാത്മാവ് പൂർണ്ണതയാണ്. നിന്റെ സ്ഥിതി മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. യേശു ക്രിസ്തുവിനെ വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം വിശ്വസിച്ചപ്പോൾ അവൻ നിന്റെ ഹൃദയത്തിനകത്ത് ജനിക്കും. അവൻ നിന്റെ ഹൃദയത്തിനകത്ത് ജനിക്കും. ആ ക്രിസ്തു നിന്റെ അകത്ത് ജനിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്ഥിതി ഇന്ന് പകൽ മാറാൻ പോവുകയാണ്. നിന്റെ സ്ഥിതി മാറണമെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു കർത്താവ് എന്ന രക്ഷകൻ നിന്റെ അകത്ത് ഒന്ന് ജനിക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ബെത്ലഹേമിന്റെ ശപിക്കപ്പെട്ട ബെത്ലഹേമിന്റെ ജീവിതം മാറിയത് ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന അപ്പമായ ഹല്ലേലൂയ ക്രിസ്തുവെന്ന ആ ജീവനുള്ള അപ്പം. ബെത്ലഹേമിൽ ദരിദ്രനായി ക്രിസ്തു ജനിച്ചു. ആർക്ക് വേണ്ടി? എന്നെ നിന്നെ സമ്പന്നനാക്കാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് ഒരു ദാരിദ്ര്യത്തിലാണ് ജനിച്ചത്. എന്തിനാ? നിന്നെ സമ്പന്നനാക്കാൻ. ഹല്ലേലൂയ. ആ ബെത്ലഹേം കൊച്ചു പട്ടണമായിരുന്നു സ്ഥലം. പക്ഷെ ഇന്ന് ലോകം മുഴുവൻ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിച്ചത് ബെത്ലഹേമിനെ കുറിച്ച്. എവിടെയാ ബെത്ലഹേം? ഇസ്രായേൽ. എത്രായിരം കിലോമീറ്റർ മാറിക്കിടക്കുന്ന സ്ഥലം. പക്ഷേ ഹല്ലേലൂയ, ആ ബെത്ലഹേമിന്റെ ചരിത്രം യേശു ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ മാറി. അതിന്റെ പേര് ലോകം മുഴുവനും അറിയപ്പെട്ടു. ഇന്നും ബെത്ലഹേം എന്ന് പറഞ്ഞ ഭൂമിയുടെ അറ്റത്തോളമുള്ള ജനങ്ങൾക്ക് ക്രിസ്തുവിനെ ഓർമ്മ വരികയാണ്. റാഹേലിനെ അല്ല ഓർമ്മ വരുന്നത്, വേറെ ആരെയും അവിടെ ഓർമ്മ വരുന്നില്ല. ബെത്ലഹേം എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ ജനിച്ച രാജാവിനെ ഓർമ്മ വരികയാണ്. യേശു ക്രിസ്തു എന്ന രാജാവ് അവിടെ പിറന്നിരിക്കുകയാണ്. രാജകൊട്ടാരത്തിലല്ല വരുന്നത്. നാട്ടിടയന്മാർക്ക് കാണാൻ തക്കവണ്ണം അത് വഴിയറമ്പിൽ പല പിറവിയെടുത്ത് കാലിത്തൊട്ടിൽ കൊണ്ടിരുന്ന കിടത്തി വിദ്വാൻമാർ ലോകരാജ്യങ്ങളിൽ നിന്ന് കാണാൻ വന്ന ആ നസ്രയനായ കർത്താവ് യേശു ക്രിസ്തു ഇന്ന് പലകാലത്തിന്റെ അകത്ത് ഉണ്ടെങ്കിൽ നീ ചെറുതാണെങ്കിലും നീ എത്ര ചെറിയവനാണെങ്കിലും നിന്റെ സ്ഥിതിയെ മാറ്റാൻ ഇന്ന് പകലെന്ന ദൈവം നിന്റെ ഹൃദയത്തിൽ അത് ജനിക്കട്ടെ. നിന്റെ ലൈഫ് മാറണമെങ്കിൽ ക്രിസ്തു നിന്നിൽ ജനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മകൾക്ക് വാതിൽ വായിക്കാൻ നസ്രയത്ത് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ തലവര മാറിയ ഒരു ഹല്ലേലൂയ ദൈവത്തിന് യോഹന്നാന്റെ സുവിശേഷം 1:45-47 വരെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. നസ്രയത്തിനെ കുറിച്ച് നമുക്കറിയാം. കർത്താവ് യേശു ക്രിസ്തു ജനിച്ച സ്ഥലം ബെത്ലഹേം. പക്ഷേ കർത്താവ് വളർന്ന സ്ഥലം എവിടെയാണ്? ജനിച്ചത് എവിടെയെന്ന് ചോദിക്കും. ക്രിസ്തു ജനിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാൻ അടുത്തിരിക്കുന്നവരോട് ജനിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. നീ ഒരു ബെത്ലഹേമാണോ? നീ ഒരു ബെത്ലഹേമായി മാറണം. ക്രിസ്തു നിന്നിൽ ജനിക്കണം. ഹല്ലേലൂയ. അപ്പത്തിന്റെ ഭവനം. നീ മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിംഗ് ആയി മാറുന്നത് ക്രിസ്തു നിന്നിൽ ജനിക്കുമ്പോൾ, നിന്നെ കാണുമ്പോൾ, നിന്റെ കൂടെ ഇടപെടുമ്പോൾ മറ്റുള്ളവർക്ക് നീ ഒരു അനുഗ്രഹമായി മാറും. നീ ഒരു ബെത്ലഹേമായി മാറണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നിന്നെ ജനിക്കണം. അടുത്ത ക്രിസ്തു ജനിച്ചിട്ട് മാത്രം കാര്യമില്ല. ഏറ്റവും കൂടുതൽ
സഭകൾ നശിച്ച് തകർന്ന ക്രിസ്ത്യാനികളെന്ന് കേൾക്കുമ്പോഴേ ഒരു പേരിന്റെ പ്രശസ്തി ഒരു വ്യക്തിക്ക് ഒരു മാന്യത ഇല്ലാതാകാൻ കാരണം ക്രിസ്ത്യാനിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ വീട്ടിൽ ദേശത്തിന്റെ നടുവിൽ നീ താമസിക്കുമ്പോൾ നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു കയ്യങ്ങനെ പാലിക്കുന്നു. കാരണം എന്താ? ജനിച്ചു ക്രിസ്തു ജനിച്ചു, പക്ഷെ ക്രിസ്തു വളരുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ക്രിസ്തുവുണ്ട്, നമ്മൾ ക്രിസ്ത്യാനിയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെല്ലാം ക്രിസ്ത്യാനികൾ. പക്ഷെ ക്രിസ്തു നമ്മുടെ അകത്ത് വളരുന്നില്ല. ക്രിസ്തു നിന്റെ അകത്ത് വളരണം. അതാണ് നസ്രയത്ത്. ഹല്ലേലൂയ. ക്രിസ്തു വളർന്ന സ്ഥലം. ഈ നസ്രയത്തിനെ കുറിച്ച് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഒരു പഴഞ്ചൊല്ലുള്ള സ്ഥലമാണ് നസ്രയത്ത് എന്ന് പറഞ്ഞാൽ ഒരു നന്മയും നടത്തില്ല. അതുകൊണ്ടാണ് നദനയുടെ ഒരു കാര്യം ചോദിച്ചു. ഫിലിപ്പോസ് വന്ന് പറഞ്ഞു, ഞാൻ ഒരുവനെ കണ്ടു. ഹല്ലേലൂയ. അത് പറഞ്ഞു നസ്രയനാണ്. അതെ, നസ്രയത്തിൽ വല്ല നന്മയുണ്ടോ? കാരണം നദനയേലിന്റെ ലൈഫിൽ ജനിച്ച അന്ന് മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, നസ്രയത്ത് എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു ഗുണവും മണവും ഇല്ലാത്ത സ്ഥലമാണ്. ഒരു നന്മയും ഇല്ലാത്തവൻ. ചില ആൾക്കാരുണ്ടല്ലോ, ജനിച്ചു കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകും, ഈ പുള്ളി കയറി വന്ന എന്റെ മുഖം കണ്ട അന്ന കഞ്ഞിക്ക് അന്നത്തെ ദിവസം പോയി എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാർ സുഹൃത്തുണ്ട്, അദ്ദേഹം എറണാകുളത്താണെന്ന്. എറണാകുളത്ത് അദ്ദേഹത്തിന്റെ പേര് ദീപുന്ന, ചീര ദീപുന്ന അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര അനുഭവ സാക്ഷ്യം. അദ്ദേഹത്തിന്റെ വീട്ടിനകത്ത് അപ്പനും അമ്മയ്ക്ക് സഹോദരങ്ങൾക്ക് അദ്ദേഹത്തിന് കണ്ടുകൂടാ, നാട്ടുകാർ കണ്ടുകൂടാ. അദ്ദേഹം ചീര വിൽപ്പനയ്ക്ക് വേണ്ടി പച്ചക്കറി കടയിൽ പോകും. അവിടെ ചെന്ന് അവിടെയുള്ളവർക്ക് കണ്ടുകൂടാ. ഒരു രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് ചീരയും പറിച്ച് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ ചെന്നാൽ ആ ചായ കടക്കാൻ ഈ പുള്ളിയെ കാണുമ്പോഴേ പിന്നെ കടയെ കാണിക്കും. അപ്പൊ ഒരു ദിവസം കരഞ്ഞോട് ചോദിച്ചു, അണ്ണാ ചേട്ടാ എന്തിനാ എന്നെ കാണാൻ ഇങ്ങനെ കട അടയ്ക്കുന്നത്? ഒരു പ്രാവശ്യം നിനക്ക് ചായ തന്നത് എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ ഇന്ന് വരെ ഞാൻ എഴുന്നേറ്റ് പിടിച്ചിട്ടില്ല. കാരണം നിനക്കൊരു ഗ്ലാസ് ചായ തന്ന അന്നത്തെ ദിവസം പോകാം. അതുകൊണ്ട് ദൈവം ചെയ്ത് നീ ഇവിടെ വരരുത്. വേറെ ആർക്കെങ്കിലും ചായ കൊടുത്തതിന് ശേഷം ഞാൻ നിനക്ക് തരാം, നീ അങ്ങോട്ട് മാറി നിൽക്കാൻ. എത്ര പ്രാവശ്യം നീ എവിടെയെല്ലാം മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ നോക്കി എത്ര പേര് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എഴുന്നേറ്റം പിടിക്കാത്തവനെന്താ, ഗുണം പിടിക്കാത്തവനെന്താ, നന്മ പ്രാപിക്കാത്തവനെന്താ. ഒരു നല്ല കാര്യമുള്ള നിന്നെ വിളിക്കുമോ? ചില പിന്നെ കാര്യങ്ങളെ കൊണ്ടൊരു വിവാഹം നടക്കാത്തവര്, തലമുറ ഇല്ലാത്തവരെ കാണുമ്പോൾ മറ്റുള്ളവരെ ചില ചടങ്ങുകളിൽ അവരെ അവോയ്ഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ലൈഫില് ചില നദനയേമാരായി അല്ലെങ്കിൽ നസ്രയത്തുകാരെ പോലെ നമ്മൾ അവഗണിക്കപ്പെട്ടവരായി ഇതിനകത്തിരിക്കുക. നീ ഒരു പഴഞ്ചൊല്ലായിരിക്കുക. സ്തോത്രം. അതുകൊണ്ടാണ് നദനയിൽ ചോദിച്ചത് നല്ല ലക്ഷ്യമുണ്ട്. പണ്ട് ഞങ്ങളുടെ ജീവിതത്തില് പണ്ട് എനിക്ക് ഓർമ്മ 1-ാം തീയതി ഇരിക്കാൻ വേണ്ടി പോകുന്ന സംഭവം. ശുക്രദശയുള്ളവനെ അല്ലേ വിളിച്ച് കയറ്റിവെത്തുള്ളൂ. 1-ാം തീയതിക്ക് കേട്ടിട്ടുണ്ടോ? 1-ാം തീയതിക്കാൻ വേണ്ടി ആൾക്കാർ നമ്മളെ വീട്ടില് 1-ാം തീയതിക്ക് നല്ല നക്ഷത്രത്തിൽ ജനിച്ച ശുക്രദശയുള്ള ആൾക്കാരെ നമ്മൾ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവനൊന്ന് 1-ാം തീയതി കയറി ഇറങ്ങിയിരുന്നിട്ട് പോയാൽ ആ മാസം നല്ലതാണെന്ന് പറഞ്ഞ് 1-2 രൂപയും തരും. കുഞ്ഞനാളിൽ ഒരു 11 വയസ്സ് തന്നെ എല്ലാവരും പിടിക്കുമായിരുന്നു. 11 വയസ്സിൽ നിന്ന് കണ്ടകശേരി പിടിച്ചു. പിന്നെ ആൾക്കാർ കണ്ട കല്ലെറിഞ്ഞ് ഓടിക്കുന്നു. പിന്നെ വെളിയിൽ ഇറങ്ങാൻ വിഷയം പ്രശ്നം പ്രതികൂലം. പിന്നെ ആകെ തകർന്ന് ശാപം പിടിച്ച് എഴുന്നേറ്റമില്ലാത്ത അവസ്ഥയായി. അപ്പൊ എല്ലാവരുടെ ലൈഫിൽ ഒരു ഇരുട്ടും വെളിച്ചമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഒരു പഴഞ്ചൊല്ല് പോലെ നിന്നെ നോക്കി കളിയാക്കുന്ന ചിലരുണ്ട്. നീ ചില വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോ കൊള്ളാം, നടക്കും, ശരി, കാണാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നിന്നെ കുറിച്ച് വിലയിരുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇന്ന പകല് കർത്താവിനോട് പറയുക, നിന്റെ ചരിത്രം മാറാൻ പോകും. നിന്റെ ചരിത്രം മാറാൻ പോകും. നീ ഒരു പഴഞ്ചൊല്ലായിരുന്നു മക്കൾ. ആ ദീപം ഉണ്ടല്ലോ, മരിക്കാൻ വേണ്ടി ഇരുന്നവനാ, ശാപം പിടിച്ചവനായിരുന്നു. പക്ഷെ പോണ വഴിയില് മരിക്കാൻ വേണ്ടി ജീവിതത്തിൽ തകർച്ച അനുഭവിച്ചവൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഓടിയപ്പോൾ ആ കല്ലൂര് എറണാകുളത്ത് ഒരു ഗ്രൗണ്ടിനകത്ത് നടന്ന കൺവെൻഷന്റെ അകത്ത് തങ്കു ബ്രദറും തോമസ് കുട്ടികളും പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ
ദൈവം ഓടിച്ചെന്നകത്ത് ആ ഗ്രൗണ്ടിനകത്ത് കയറി. ഹല്ലേലൂയ. അവിടെ കടന്നുകൊണ്ട് അവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റത് ഒരു അത്ഭുതമായിട്ടാണ്. അവന്റെ ചരിത്രം മാറി. അവൻ വീട്ടിൽ ചെന്നപ്പോൾ അവന്റെ അപ്പനും അമ്മയും പറഞ്ഞു, യാക്കോബ ക്രിസ്ത്യാനി, പാരമ്പര്യ ക്രിസ്ത്യാനികൾ പറയുകയാണ്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട് നീ ഇതിനകത്ത് കയറണ്ട. ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ ഇങ്ങനെ 2-3 തട്ടുണ്ടെന്ന്. നീ യഥാർത്ഥ ക്രിസ്തുവിനെ അനുഗമിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ തന്നെ ഇതിനെ അടിച്ചുകൊണ്ടു. അവനെ അടിച്ചു പുറത്താക്കി. പാറക്കൂട്ടമുള്ള കുറച്ച് സ്ഥലം കൊടുത്തു. പക്ഷെ ക്രിസ്തു അവനിൽ ജനിച്ചപ്പോൾ അവൻ അകത്ത് വന്നാലും പുറത്തു പോയാൽ അനുഗ്രഹം, അവൻ തൊടുന്നതൊക്കെ അനുഗ്രഹം. അവന് കൊടുത്ത പാറക്കൂട്ടം പോലെയുള്ള സ്ഥലം 2 മാസം കഴിഞ്ഞപ്പോൾ എത്രയോ ഇരട്ടി വിലയ്ക്ക് പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിവ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. വേറെ 10 ലക്ഷം രൂപയുടെ സാധനം 50 1 കോടി രൂപ കിട്ടും. അവന്റെ പഴഞ്ചൊല്ല് മാറി കണ്ടോ. ഇന്ന് എറണാകുളം പട്ടണത്തിൽ അവൻ ഇറങ്ങി നടന്നാൽ, അവൻ ചെന്നാൽ ആ പണ്ടത്തെ ചായക്കടക്കാരൻ അവന് വേണ്ടി മാത്രം ഒരു സീറ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. അവന് വേണ്ടി മാത്രം വളരെ സ്വീറ്റായിട്ടുള്ള ഒരു ചായ അടിച്ചു കൊടുക്കുന്ന ഒരു ചായക്കടക്കാരനാണ്. അയാളെ മാറ്റിയ ദൈവം നിന്റെ മകൻ ആത്മാ പറയുകയാണ്. പഴഞ്ചൊല്ല് പോലെ കളിയാക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, ആർക്കും വേണ്ടാത്ത നസറേയനായ ക്രിസ്തുവിനെ വിളിക്കപ്പെട്ട നിലവാരങ്ങളില് ആ നസറേത്ത് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ തലവരയെ മാറ്റിയ ദൈവം നിന്റെ മകൻ ആത്മാവിനെ ആരാധിക്കുന്ന ദൈവത്തിന്റെ നിലവാരം നീയെങ്കില് നിന്റെ തലവരയെ മാറ്റുന്ന, നിന്റെ സ്ഥിതികളെ മാറ്റുന്ന, ഇന്നത്തെ നിന്റെ പരിഹാസങ്ങളുടെ അപമാനങ്ങളും, ഇന്നത്തെ നിന്റെ ഒറ്റപ്പെടലുകളും, ഇന്നത്തെ സാമ്പത്തികമായ വരുമാനമില്ല, വാടക കൊടുക്കാൻ പൈസയില്ല, നല്ല ഡ്രസ് വാങ്ങിച്ചിടാൻ സമയമില്ല, പൈസയില്ല, നല്ല ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ പൈസയില്ല. എന്നാൽ ഇന്ന് ദൈവം പറയുകയാണ്, നിന്റെ തലവരയെ മാറ്റാൻ, നിന്റെ സ്ഥിതി മാറ്റാൻ കർത്താവ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ.